അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ ഇന്നൊരു ബിരിയാണി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ബിരിയാണി വ്ളോഗാണ് നമ്മൾ ഇന്നത്തെ ചെയ്യാൻ പോകും. അത്രയ്ക്കൊന്നുമില്ല, ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഇരിങ്ങാലക്കുടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇരിങ്ങാലക്കുടയാണ് ആ ബിരിയാണി കിട്ടുന്ന നല്ല കിടിലൻ സ്പെഷ്യൽ സ്പോട്ടാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് പരിപാടി നിങ്ങൾ എൻ്റെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്നും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കാണുമെങ്കിൽ ഞാൻ അടുത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ അമ്മാമ്മ വിളിച്ചിട്ടാണ് വന്നത്. അപ്പോൾ അമ്മാമ്മയുടെ കൂടെ കുറച്ച് ബാങ്കിലും അമ്മാമ്മയുടെ കുറച്ച് വീടിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇരിങ്ങാലക്കുടയ്ക്ക് വന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ബിരിയാണി കഴിക്കാൻ തോന്നുന്നു. അപ്പോൾ ബിരിയാണി കഴിക്കാൻ പറ്റിയൊരു കിടിലൻ സ്പോട്ടാണ് ഇരിങ്ങാലക്കുട ഡാണാവി പോണ വഴിയുള്ള വീനസ് ഹോട്ടൽ കിട്ടാം. ഗൈസ്, നമ്മൾ അപ്പോൾ ഹോട്ടലിൽ കയറിയിട്ട് ബിരിയാണി ഓർഡർ ചെയ്തു. അമ്മാമ്മ ബിരിയാണി കഴിക്കുന്നുണ്ട്. അപ്പോൾ അമ്മാമ്മയ്ക്ക് മസാല ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ബിരിയാണിയുടെ സാധനങ്ങളും മസാല ദോശയുടെ ഒക്കെ കറികൾ പെട്ടെന്ന് വന്നു. അപ്പോൾ അമ്മാമ്മയ്ക്ക് മസാല ദോശ ആദ്യം വന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ നല്ല മസാല ദോശയും അടിപൊളിയാണ് കേട്ടോ. പക്ഷേ മസാല ദോശകളായിട്ട് കൂടുതലായിട്ട് ബെറ്റർ അവിടുത്തെ ബിരിയാണിയാണ്. എനിക്ക് അവിടുത്തെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ ബിരിയാണി വന്നിട്ട് ബിരിയാണി എന്ന് വെച്ചാൽ നല്ല റൈസാണ്. അപ്പോൾ സബോളയൊക്കെ വറുത്ത് ബിരിയാണിയുടെ മേളിൽ വെച്ചിട്ടൊരു ബാസ്ക്കറ്റിലാണ് വെച്ചത്. അപ്പോൾ ഞാൻ നേരെ ബിരിയാണി അതിലേക്ക് പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് അതിന് നല്ല വലിയ ചിക്കൻ ലെഗ് പീസൊക്കെ കൂടിയിട്ടാണ് ബിരിയാണി നമുക്ക് തന്നത്. അവർ അതിൽ തന്നെ എഗ്ഗും ഉണ്ട് കേട്ടോ. എഗ്ഗും ഇതൊക്കെ എല്ലാം കൂടിയിട്ടാണ് ബിരിയാണി. അപ്പോൾ ഞാൻ നേരെ അതിലേക്ക് പ്ലേറ്റിലേക്ക് തട്ടിയിട്ടാണ്. ബിരിയാണി ലവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ അവിടുത്തെ ചിക്കൻ പീസും എഗ്ഗൊക്കെ കൂട്ടിയിട്ട് ബിരിയാണി കഴിച്ചിട്ടോ. നല്ല കിടിലൻ ബിരിയാണി ആയിരുന്നു. അവിടുത്തെ ബിരിയാണി വെച്ചാൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഏത് സമയം വന്നാലും ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. ഇവിടെ ഒരു ഒട്ടനവധി സ്റ്റാഫുകൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാവരുടെയും കൂടി ഒരു ടീം വർക്കാണ്. കൃത്യസമയത്ത് പഠിക്കും കേട്ടോ. ഓ ഗൈസ്, ഫൈനലി അപ്പോൾ ഞങ്ങൾ ബിരിയാണി കഴിച്ചു. ഇതേ പുറത്തേക്ക് ഇറങ്ങി നീട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഹോട്ടൽ, എൻ്റെ ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ ഇരിങ്ങാലക്കുട സ്റ്റാൻഡിൻ്റെ അവിടേക്ക് നടന്നു. അപ്പോൾ അമ്മാമ്മയ്ക്ക് കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ അമ്മാമ്മയ്ക്ക് ചെരുപ്പ് മേടിക്കാനായിട്ട് പോയി. അവിടെ തൊട്ടടുത്തുള്ള വളവിൽ തന്നെയുള്ള ഷോപ്പിലേക്കാണ് പോയത്. അവിടെ നിന്നാണ് അമ്മാമ്മ സ്ഥിരമായിട്ട് ചെരുപ്പൊക്കെ മേടിക്കാറ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ചെരുപ്പൊക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.